പൂയംകുട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കൂനത്താൻ ബെന്നി വർഗീസിനെയാണ് ഇന്ന് രാവിലെ ആന ആക്രമിച്ചത്. ബെന്നിയുടെ സ്കൂട്ടർ ആന തകർത്തിട്ടുണ്ട്. നിരന്തരം ആനശല്യമുണ്ടാകുന്ന പ്രദേശമാണിത്. സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ പ്രതിഷേധമറിയിച്ചു. പരിക്കേറ്റ ബെന്നിക്ക് ചികിത്സാ ചെലവും തകർന്ന സ്കൂട്ടറിന്റെ വിലയും വനംവകുപ്പ് നൽകും. കോതമംഗലം സ്വദേശിയുടെ ഏക്കർ കണക്കിന് വിസ്തീർണമുള്ള റബ്ബർ തോട്ടത്തിലാണ് പൂയംകുട്ടി കൂനത്താൻ ബെന്നി വർഗീസ് സ്റ്റാപ്പ് ചെയ്തിരുന്നത്. തൊട്ടടുത്തെത്തിയപ്പോഴാണ് ആനക്കൂട്ടത്തെ ബെന്നി കണ്ടത്. ഉടൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആന പിന്തുടർന്നെത്തുകയും ബെന്നി നിലത്തു വീഴുകയും ചെയ്തു. കൈത്തണ്ടയിൽ ആനയുടെ ചവിട്ടേറ്റതായി ബെന്നി പറഞ്ഞു. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ബെന്നിയുടെ സ്കൂട്ടർ തകർത്താണ് ആന വനത്തിലേക്ക് കടന്നത്. ആന ഓടിച്ച് തൊട്ടടുത്ത് ആന ചവിട്ടിയതാണ് കയ്യിൽ വീണ്. എല്ലാവരും കയ്യെ ചവിട്ടിയിട്ട് ആന സ്കൂട്ടറൊക്കെ ചവിട്ടി പിടിച്ചു. ഞാൻ അവിടെ ടാപ്പ് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ഒരു 6:45 ആന വന്നാലും നമുക്കറിയില്ല. ആന പോയി കാണുന്നത് തൊട്ടടുത്തും ഒരു കൂട്ടം എല്ലാം അങ്ങനെ ഞാൻ ഓടിപ്പോൾ വരണം. എൻ്റെ പുറകെ എത്തി. പിന്നെ ഒന്നും പറഞ്ഞില്ല, വീണു. പിന്നെ ഒന്നും പറഞ്ഞില്ല. റോഡിലൂടെ പോയ ബസ്സിലെ യാത്രക്കാരാണ് ബെന്നിയെ അവശനിലയിൽ കണ്ട് സമീപവാസികളെ വിവരം അറിയിച്ചത്. ഉടൻ തന്നെ കോതമംഗലത്തെ ആശുപത്രിയിലെത്തിച്ച ബെന്നിയെ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ആലുവയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ പ്രദേശത്ത് ആനശല്യം പതിവാണ്. കഴിഞ്ഞ രാത്രിയും ആനക്കൂട്ടത്തെ നാട്ടുകാർ വനത്തിലേക്ക് ഓടിച്ചു വിട്ടിരുന്നു. അതിനുശേഷവും റബ്ബർ തോട്ടത്തിൽ തമ്പടിച്ചിരുന്ന ആനകളാണ് ബെന്നിക്ക് നേരെ തിരിഞ്ഞത്. വനത്തിന് സമാനമായ രീതിയിലുള്ള റബ്ബർ തോട്ടത്തിൽ ആനകൾ എത്തുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. അപ്പോൾ നിലവിൽ ഈ പറമ്പ് തന്നെ ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക. അതിൻ്റെ ആന കയറുന്ന ഞാൻ കാണുന്നില്ല. അതിൻ്റെ മുതലാളിമാരൊന്നും ആ കാടൊന്നും വെട്ടിമാറ്റുന്ന ഒരു സാഹചര്യം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പല തവണ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, മാസ് പെറ്റീഷൻ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഈ കാട് വെട്ടിമാറ്റുന്നുണ്ട്. ഇതുവരെ ആ മുതലാളിമാർ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അവരൊരു 10-60 ഏക്കർ സ്ഥലം ആ പ്രദേശത്ത് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ തൊഴിലാളിനെ ആന രാവിലെ തന്നെ ചവിട്ടി കൈക്ക് ചവിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഗുരുതരമായിട്ട് പറ്റി. രാവിലെ 7 മണിയായപ്പോൾ കൊണ്ടുവരെ ഹോസ്പിറ്റലിൽ തന്നെയാണ് കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തത്. വിവരമറിഞ്ഞെത്തിയ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ടി ബിനീഷിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ, മെമ്പർമാരായ KACB ജോഷി പൊട്ടക്കൽ, ഡെയ്സി ജോയി എന്നിവരും നാട്ടുകാരും ആനശല്യത്തിനെതിരെയുള്ള പ്രതിഷേധം അറിയിച്ചു. ബെന്നിയുടെ ചികിത്സയ്ക്കുള്ള പണം നൽകാനും ആന തകർത്ത സ്കൂട്ടറിന് നഷ്ടപരിഹാരം നൽകാനും വനംവകുപ്പ് സന്നദ്ധമായിട്ടുണ്ട്. വന്യമൃഗശല്യത്തിനിരയാകുന്നവർക്ക് മാനദണ്ഡപ്രകാരം നൽകുന്ന മറ്റ് ധനസഹായവും ബെന്നിക്ക് ലഭിക്കും. KCV ന്യൂസ് കുട്ടമ്പുഴ.